ഖത്തറിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ ഡ്രൈവ് ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഇത് വളരെ കടുത്ത നിയമലംഘനമാണ്. ഇതിന് 3 വർഷം വരെ ജയിൽ ശിക്ഷയും 50,000 റിയാൽ പിഴയും ലഭിക്കാം. ഇത്തരത്തിലുള്ള ഡ്രൈവിംഗ് ചെയ്യുന്നവർക്കെതിരെ ശക്തമായ മുന്നറിയിപ്പാണ് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം പബ്ലിക്കിനോട് സോഷ്യൽ മീഡിയയിലൂടെ നൽകിയിരിക്കുന്നത്. അതുപോലെ ഖത്തറിലെ ട്രാൻസ്പോർട്ട് ആക്ട് ആർട്ടിക്കിൾ 29 അനുസരിച്ച് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിന് കീഴിലെ ലൈസൻസിംഗ് അതോറിറ്റിയിൽ നിന്ന് ലൈസൻസ് ലഭിച്ചതിനു ശേഷം മാത്രമേ വാഹനങ്ങൾ റോഡിൽ ഓടിക്കാൻ പാടുള്ളൂ. കൂടാതെ GCC പൗരന്മാർക്ക് അവരുടെ രാജ്യങ്ങളിൽ നിന്നുള്ള വാലിഡ് ലൈസൻസോടെ ഡ്രൈവ് ചെയ്യാം. പക്ഷേ അത് കാലാവധി കഴിഞ്ഞാൽ ഖത്തർ ലൈസൻസിലേക്ക് മാറ്റേണ്ടത് വളരെ നിർബന്ധമാണ്. ടൂറിസ്റ്റുകൾക്കും സന്ദർശകർക്കും 15 ദിവസത്തിനുള്ളിൽ ലൈസൻസിംഗ് അതോറിറ്റിയിൽ നിന്നും അപ്രൂവൽ നേടാം. ചുരുക്കി പറഞ്ഞാൽ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രം ഡ്രൈവ് ചെയ്യുക. ലൈസൻസ് ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞ് മണ്ടത്തരം കാണിക്കരുത്. നിയമം പാലിച്ച് സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യണം. അല്ലെങ്കിൽ വെറുതെ ഫൈനും പെനൽറ്റിയും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാർ ഇല്ലെങ്കിൽ ഊബറിലോ ടാക്സിലോ പോയാൽ മതി. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.